ഹായ് മക്കൾസ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫീസ് നമ്മളെ വെള്ളം കുടിപ്പിക്കും. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ MBBS പഠിക്കാൻ ഒരുപാട് പൈസ വേണം. നമുക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളാണല്ലേ ഇത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കാര്യമായിട്ടൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ആകെ വരുന്ന ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമ്മുടെ ട്യൂഷൻ ഫീ ആയിട്ട് ഏകദേശം 20,000 രൂപ വരും. 20,000 to 22,000 ആ ഒരു റേഞ്ചിൽ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ട്യൂഷൻ ഫീ വരുന്നത്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ അക്കോമഡേഷൻ്റെ നമ്മുടെ താമസത്തിൻ്റെ പൈസയായിട്ട് ഏകദേശം 10,000 രൂപയിൽ താഴെ. ഇപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7,000 രൂപയെങ്ങാണ്ടോ ആണ് ഇപ്പോഴും നമ്മുടെ ഫീ വരുന്നത്. ഇതാണ് നമുക്ക് ഹോസ്റ്റലിലെ താമസത്തിന് വേണ്ടി ചിലവ് വരുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിൽ മാത്രം നമുക്ക് PTA ഫണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു 10,000-ൽ താഴെ കുറച്ചുകൂടെ പൈസ വരും. ഇതാണ് ആകെ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 35,000-ൽ താഴെ ഉണ്ടാവും. അത് ആ ഫസ്റ്റ് ഇയറിലാണ്. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു 30,000-35,000 റേഞ്ചിലാണ് നമുക്ക് ആ ഒരു ഫീ സാധാരണ വരിക. അതിൽ തന്നെ നമുക്ക് ഞാനടക്കമുള്ള എൻ്റെ ബാച്ചിൽ ഒരുപാട് പേർക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂട്ടത്തിലുള്ള മഹാഭൂരിഭാഗം ആളുകൾക്കും ഗ്രാൻഡ് സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. അതിന് കുറേ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ക്രൈറ്റീരിയ ഒക്കെ എല്ലാവരും എങ്ങനെയെങ്കിലൊക്കെ അതിനകത്ത് പെടും എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ മക്കളല്ലാത്ത മെജോറിറ്റി ആളുകൾക്കും ഗ്രാൻഡ് സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏകദേശം 28,000 രൂപ ഒരു മാസം കിട്ടും, ഒരു വർഷം കിട്ടും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഫീയുടെ നല്ലൊരു ശതമാനവും നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് എന്താ ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഈ ഫീ വാങ്ങും. അവർ സാധാരണ കൊടുക്കാനുള്ള ഫീ ഒക്കെ വീട്ടിൽ നിന്ന് വാങ്ങും. എന്നിട്ട് ഈ കിട്ടുന്ന 28,000 രൂപയ്ക്ക് അവരങ്ങ് അടിച്ചു കൊടുക്കും. ഇതാണ് ഒരുപാട് പേര് ചെയ്യുന്ന പരിപാടി. അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് വാങ്ങുക, മൊബൈൽ വാങ്ങുക, ഇതൊക്കെ ഈ പൈസ എടുത്തു വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആകെ വരുന്ന ചിലവ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും ഇത്തരം ഗ്രാൻഡ് സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെയും ഇപ്പോൾ മൈനോറിറ്റി സ്കോളർഷിപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. പിന്നെ വേറെയും അനേകം സ്കോളർഷിപ്പുകൾ, ഇപ്പോൾ നമുക്കൊന്നും പേര് പോലും അറിയാത്ത ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. ഞാൻ അത്തരത്തിൽ എനിക്ക് വേറെയും ഒരു സ്കോളർഷിപ്പ് 28,000 ഗവൺമെൻറ്റേത് ഇയർലി കിട്ടും ഗ്രാൻസ്. അതിന് പുറമെ എനിക്ക് എല്ലാ മാസവും ഒരു 3,000 വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും 3,000 വെച്ച് വേറെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ സ്കോളർഷിപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതും കിട്ടും. പിന്നെ നമുക്ക് കാര്യമായിട്ട് ചിലവ് വരുന്നത് നമ്മുടെ ഫുഡിൻ്റെ ചിലവാണ്. ഫുഡിന് നമ്മുടെ ഓരോ ഹോസ്റ്റലുകൾക്കും ഓരോ മെഡിക്കൽ കോളേജുകൾക്ക് അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും. ബട്ട് ആവറേജ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു 100 രൂപയാണ് ഒരു ദിവസത്തെ നമ്മുടെ മെസ്സിലെ ഫുഡിന് വരുന്നത്. മെസ്സിലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വേറെ എവിടെയെങ്കിലും ബോർഡിങ്ങിലൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ നമ്മൾ കരുതും എന്തോ ഭയങ്കര അബദ്ധം ഫുഡാവുമോ മെസ്സത്തെ, അല്ലെങ്കിൽ രസമില്ലാത്ത ഫുഡാണോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ്, ഇഫ് യു ആർ കമ്മിങ് ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അടിപൊളി ഫുഡാണ്. രാവിലെയൊക്കെ നമുക്ക് ഓരോ വെറൈറ്റി, എല്ലാ ദിവസവും ഓരോ വെറൈറ്റി സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഉച്ചക്കാണെങ്കിൽ നമുക്ക് മീൽസ് വിത്ത് ഫിഷ്. എനിക്ക് ഫിഷ് അധികം പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മെജോറിറ്റിയുടെയും ഓംലെറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് സ്പെഷ്യൽ, ഇതിൻ്റെയും പുറമെ സ്പെഷ്യലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ, വളരെ ചെറിയ പൈസക്ക് നമുക്ക് വീണ്ടും വേറെയും സ്പെഷ്യൽ കിട്ടും. എനിക്ക് തോന്നുന്നു രാത്രി ഏകദേശം എല്ലാ ദിവസവും ഒന്നുകിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫ്രൈഡ് റൈസും ചിക്കൻ കടായി ഉണ്ടായിരുന്നു. പൊറോട്ട ഉള്ള ദിവസമൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. വെള്ളപ്പം ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, അതിലേക്ക് ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ഏകദേശം നൈറ്റ് എല്ലാ ദിവസവും ചിക്കനോ അല്ലെങ്കിൽ ബീഫ്, പൊറോട്ട, ബിരിയാണി ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനാണ് നമുക്ക് ആകെ വരുന്നത് ഈ 100 രൂപ ഫീ. 100 രൂപയാണ് പെർ ഡേ നമ്മുടെ മെസ്സിൻ്റെ ചിലവ് വരുന്നത്, ഒരു ആവറേജ് മാക്സിമം. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആകെ വരുന്ന ചിലവ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ട് തീറ്റി പോറ്റാൻ നമ്മുടെ പാരൻസിന് പെർ ഡേ 100 രൂപ ചിലവുണ്ടാവും. ആ 100 രൂപയെ നമ്മളൊരു മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചാലും പാരൻസിന് കാര്യമായിട്ടൊരു ദിവസം തീറ്റി പോറ്റാൻ വേണ്ടി ചിലവ് വരുന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് വീണ്ടും ഒരുപാട് സ്കോളർഷിപ്സും കിട്ടുന്നു. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലുകളിലൊക്കെ, ഇപ്പോൾ ഞങ്ങളൊക്കെ കോളേജിലെ ഹോസ്റ്റലുകളിൽ, മിക്കവാറും ഹോസ്റ്റലുകളിലൊക്കെ നമുക്ക് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാകും. പിന്നെ ടേബിൾ ടെന്നീസിൻ്റെ കോർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 24 hour വൈഫൈ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് TV റൂം, അവിടെ എല്ലാ മാസികകളും വാരികകളൊക്കെ നമുക്ക് എല്ലാം കംപ്ലീറ്റ്ലി അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് സിന്തറ്റിക് ട്രാക്ക്, കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെഡിക്കൽ കോളേജിലൊക്കെ നല്ല കിടിലൻ ഗ്രൗണ്ട്സും, അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക ഓരോ സ്പോർട്സിനും ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് കോച്ചുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോളിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്. പിന്നെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ജിമ്മ്, ഗേൾസിനും ബോയ്സിനും ജിമ്മുണ്ട്. ദെൻ ഇതിനെല്ലാം അതുപോലെ വോളിബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്,
ഇത്തരത്തിൽ ഏകദേശം കൊക്കോ എല്ലാ തരത്തിലുള്ള സ്പോർട്സ് ഇവൻസിനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എൻജോയ്മെൻറ്റും ആക്ടിവിറ്റീസിനും ഒക്കെയുള്ള വേറെ ലെവൽ കിഡിലൻ സ്പേസ് അതിനകത്ത് വലിയൊരു വേൾഡാണ്. ശരിക്കും നമ്മൾ ഈ മെഡിക്കൽ കോളേജിനൊക്കെ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു എന്താ പറയുക നിറയെ രോഗികളും അതുപോലെ തന്നെ ഭയങ്കര കൂട്ടിരിപ്പുകാരൊക്കെയുള്ള ഭയങ്കര ശോകമൂകമായൊരു ദാരിദ്ര്യം പിടിച്ച ഒരു സെറ്റപ്പാണെന്നാണ് നമുക്ക് പുറമേ നിന്ന് ഫീൽ ചെയ്യുക. പക്ഷെ ശരിക്കും ആ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വേറെ ലെവലായിട്ടുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വേൾഡ് അതിനകത്ത് കിടക്കുന്നുണ്ട്. സോ ആരെങ്കിലും കോഴിക്കോട് വഴിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് നിങ്ങൾ ആ കാണുന്ന ഭാഗമല്ല കുറച്ചുകൂടി ഉള്ളിലോട്ട് വന്നിട്ടൊന്ന് കയറി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു ലെവൽ വേൾഡ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ചിലവ് കാര്യമായിട്ട് ഒരു ചിലവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് നീറ്റ് പഠിച്ച് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് കാര്യമായിട്ട് ചിലവൊന്നും വരാൻ പോകുന്നില്ല. അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ബഡീസ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പഠിച്ച് സെറ്റായിക്കോ. നമുക്ക് അടുത്ത വർഷം മെഡിക്കൽ കോളേജിൽ കാണാം അല്ലേ. ബൈ.